അത് യു കെ അത്രത്തോളം റിലാക്സ്ഡ് ആയിരുന്നു, ഫ്രീ ആയിരുന്നു. അത് നിങ്ങളൊരു മാസ്റ്റർ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ സ്പൗസിന് അവർ ഫ്രീ വിസ കൊടുക്കുക. ആ സ്പൗസിന് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും ഇവർ പഠിക്കുന്ന കാലഘട്ടത്തിൽ. അത്രയും റിലാക്സ്ഡ് വിസ പോളിസി അവർക്കുണ്ടായിരുന്നു. ആ സാധ്യത ഉപയോഗിച്ചിട്ട് കൂടുതൽ മലയാളികൾ കയറിപ്പോയി എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കുക. മലയാളികളപ്പുറം ഇന്ത്യൻ സ്റ്റുഡൻസ്, ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് കയറിപ്പോയി. സ്വാഭാവികമായിട്ട് അത് അവർക്ക് അവരുടേതായ പ്രയാസങ്ങൾ അതാത് കാലത്തുണ്ടാക്കില്ല, രാജ്യത്തിനുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറച്ചും കൂടെ അവർ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. കുട്ടികളും അതുകൊണ്ട് തന്നെ യു കെയോ കാനഡയോ അല്ലാത്ത രാജ്യങ്ങളിലാണ് കുറച്ചും കൂടെ ഫോക്കസ്. ആ കോണ്ടെക്സ്റ്റിൽ ഈ പറഞ്ഞ സെൻട്രൽ യൂറോപ്യൻ രാജ്യങ്ങൾ, ബാൾട്ടിക് അല്ലാതെ തന്നെ ഇപ്പോൾ ഓസ്ട്രിയ, പോളണ്ട്, ഹംഗറി പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ആളുകൾ കുറച്ചും കൂടെ, സ്ലൊവാക്യ ഒക്കെ ആളുകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മലയാളി കമ്മ്യൂണിറ്റി താരതമ്യേന കുറവുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ആളുകൾക്ക് മലയാളി എല്ലായിടത്തും ഒരു എഫേർട്ട് എടുക്കുമല്ലോ. ആൾ കൂടുതലുള്ളടത്ത് പോകണം നിർബന്ധമൊന്നുമില്ല മലയാളിക്ക്. ആൾ കുറവുകൊണ്ട് അത്രയും സൗകര്യം എന്ന് വിചാരിച്ചു. കാരണം ഫസ്റ്റ് ജനറേഷൻ്റെ എല്ലാ പ്രിവിലേജും ആക്സസ് ചെയ്യാൻ ആദ്യം കയറിപ്പോയാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ത്വരയുള്ളത് കൊണ്ട് പുതിയ യൂറോപ്യൻ കൺട്രീസ് ആക്സസ് ചെയ്ത് തുടങ്ങുന്നുണ്ട് ആളുകൾ.